ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമാണ്. എല്ലാവർക്കും മക്കൾക്ക് സുഖമാണ്. അപ്പൊ ഞങ്ങള് എവിടെ പോണ വെച്ചോ? ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും കുട്ടികൾക്ക് സുഖമാണ്. കേട്ടില്ലേ ഈ താത്ത പറയുന്നത്? അത് നല്ലതാണ്, നല്ല കേൾക്കാൻ രസമുണ്ട്, നല്ലൊരു ഇതാണ്. അത് കഴിഞ്ഞിട്ട് വേറൊന്നുണ്ട്. ഏറ്റവും ലോ ലെവലിൽ തേടായിട്ട് തേവിടിച്ചുകൾ പോലും പറഞ്ഞിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവില്ല. അങ്ങനത്തെ വാക്കുകളാണ് പിന്നെ നമ്മളെ താത്ത പറയുന്നത്. താത്ത യൂട്യൂബിലും 5 ഞാൻ വളർത്തുന്നുണ്ട്. അവരിനെ പിരിക്കാൻ നിന്നെ കൊണ്ടല്ലടി, നിന്റെ തന്തനെ കൊണ്ട് വരെ പറ്റില്ല. നിന്റെ പുത്താണിക്ക പ്രാന്തൻ അവിടെ നടന്നിട്ടുണ്ടായിരുന്നില്ലേ? പ്രാന്തൻ കോലത്തിൽ നിന്റെ ഉമ്മ, നിന്റെ തന്ത പുത്താണിക്ക, ഇവരൊക്കെ എങ്ങനെയാണ് എന്റെ അത്താനെ നീ പ്രാന്തനാണ് എന്ന് പറഞ്ഞ മുദ്ര കുത്തിയ നിന്റെ വാപ്പ എന്താണെന്ന് ഞാൻ തെളിച്ചുതരാം. നിന്റെ വാപ്പ ഏത് ലെവലിലുള്ള പുത്താണിക്ക പറഞ്ഞത് പ്രാന്തനാണോ, പുത്താണിക്ക റോട്ടിൽ കൂടെ വരുമ്പോഴേക്കും മോടുണ്ടോന്ന് ഞാൻ തെളിയിച്ചു തരാടി ഷെരീഫ. നിനക്ക് ഞാൻ തെളിയിച്ച് തരാടി. നീ ഉമ്മയടി, നീ പുല്ല ഉമ്മയടി. നീ ആർക്ക് എവനിക്ക് കയറി ഉണ്ടാക്കിയതാടി നീ ഇതൊക്കെ? എന്നെയൊക്കെ എവനിക്ക് കയറി ഉണ്ടാക്കിയതാടി. എൻ്റെ അത്ത അല്ലാത്രേ തന്ത, നീ എൻ്റെ ഉമ്മയല്ലാത്രേ. പിന്നെ നീ ഇതിനൊക്കെ ആർക്ക് കയറി ഉണ്ടാക്കിയതാടി? പിന്നെ എങ്ങനെയാടി ഞാൻ അവിടെ വന്ന് പെട്ടത്? മോളെ പുല്ല് ഷെരീഫാന്റെ അനുയായികളെ, ആരാണ് എൻ്റെ തന്ത, ആരാണ് എൻ്റെ തള്ള ഒക്കെ നീ തെളിയിച്ചു തരണടി. നീ പോലീസ് സ്റ്റേഷനിൽ വലിയ പുളുത്തിയ വർത്താനം പറഞ്ഞല്ലോ. പോലീസ് സ്റ്റേഷനിൽ നീ പറഞ്ഞ ഇവള് എൻ്റെ മകളെ അല്ല, 2 എണ്ണം എനിക്കുള്ളൂ. അപ്പൊ എങ്ങനെയടി 3 എണ്ണം വരിക? ഒന്ന് ഫസ്റ്റ് ഉമ്മാന്ന് വിളിച്ചത് ഇവിടെ നിന്ന് അല്ലടി ഷെരീഫ, ആണോ അല്ലടി? അങ്ങനെ നിന്നെ ഉമ്മാന്ന് നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ എൻ്റെ തൊള്ളയെ കൊണ്ട് നിന്നെ ഉമ്മാന്ന് വിളിച്ചിട്ടും നിന്നെ എടീന്ന് നീ വിളിപ്പിച്ചിട്ടുണ്ടെങ്കിലും നിന്റെ കയ്യിലിരിപ്പ് എന്താണെന്ന് പടച്ചോന്ന് അറിയാം, ബാക്കിയുള്ളവർക്ക് അറിയാം. ഈ ഷെരീഫ പറയുന്ന അവള് 2 കൊല്ലം എൻ്റെ ഇരുന്ന് പുട്ടടിച്ചിട്ട് എൻ്റെ മക്കള്, ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഈ ഷെരീഫ പറഞ്ഞ അവളിലെ മക്കളുടെ അടുത്ത് ആക്കിയിട്ട് അവളെ 4 പറം വീടുകളിൽ തെണ്ടി പാത്രം കഴിയിട്ടും വേറുള്ളത് ഉണ്ടാക്കി അവളുടെ മക്കൾക്ക് ഉണ്ടാക്കുന്നത്. എൻ്റെ അണ്ണാക്കിലേക്കല്ല. അവള് ഡെയിലി തൊഴിലുറപ്പിന് പോകണ്ടെങ്കിൽ അവളൊന്നും ഒരു പെറ്റ ഉമ്മയേ അല്ല. എൻ്റെ അമ്മായിമാര് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉപ്പാന്റെ പെങ്ങന്മാര് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉപ്പാന്റെ പെങ്ങന്മാരുടെ അടുത്ത് ഞാൻ